നമസ്കാരം. നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജനയ്ക്ക് സർക്കാർ ജോലി, നിയമന ഉത്തരവ് കൈമാറി. അന്തരിച്ച കണ്ണൂർ മുൻ ADM കെ നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജന എൻ നായർക്ക് സംസ്ഥാന സർക്കാരിന്റെ ആശ്രിത നിയമനത്തിലൂടെ സർക്കാർ ജോലി. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ഭക്ഷ്യസുരക്ഷാ ഓഫീസറായാണ് നിരഞ്ജനയ്ക്ക് നിയമനം നൽകിയിരിക്കുന്നത്. നിയമന ഉത്തരവ് മുഖ്യമന്ത്രി VD സതീശനിൽ നിന്ന് നിരഞ്ജന നേരിട്ട് ഏറ്റുവാങ്ങി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് നിരഞ്ജന നിയമന ഉത്തരവ് കൈപ്പറ്റിയത്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് മകൾക്ക് സർക്കാർ ജോലി ലഭിക്കുന്നത്. ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കി നിയമന ഉത്തരവ് കൈമാറിയതോടെ ഏറെ നാളായി ഉയർന്നു നിന്നിരുന്ന ആശ്രിത നിയമനവുമായി ബന്ധപ്പെട്ട നടപടികൾക്കും അവസാന ഘട്ടമായിരിക്കുകയാണ്. ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കി നിയമന ഉത്തരവ് കൈമാറിയതോടെ ഏറെ നാളായി ഉയർന്നു നിന്നിരുന്ന ആശ്രിത നിയമനവുമായി ബന്ധപ്പെട്ട നടപടികൾക്കും അവസാന ഘട്ടമായി. സമാശ്വാസ തൊഴിൽദാന പദ്ധതിയുടെ ഭാഗമായാണ് നിരഞ്ജനയ്ക്ക് നിയമനം നൽകിയിരിക്കുന്നത്. സാധാരണ ആശ്രിത നിയമനങ്ങൾക്ക് ബാധകമായ കുടുംബ വരുമാന പരിധി ഈ കേസിൽ ഒരു തടസ്സമായിരുന്നു. നിലവിലെ ചട്ടപ്രകാരം ആശ്രിത നിയമനത്തിന് കുടുംബത്തിന്റെ വാർഷിക വരുമാനത്തിന് പരിധിയുണ്ട്. എന്നാൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ഈ കേസിൽ പ്രത്യേക ഇളവ് അനുവദിച്ചാണ് സർക്കാർ നിയമനം നൽകിയത്. നിരഞ്ജനയ്ക്ക് റവന്യൂ വകുപ്പിലോ അതിന് തുല്യമായ തസ്തികയിലോ നിയമനം നൽകണമെന്നായിരുന്നു ആദ്യം ആവശ്യപ്പെട്ടിരുന്നത്. പിന്നീട് ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പുകളിലെ അനുയോജ്യമായ മറ്റ് തസ്തികകൾ എന്നിവ പരിഗണിക്കണമെന്ന് കുടുംബം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഈ ആവശ്യം പരിശോധിച്ച ശേഷമാണ് ഭക്ഷ്യസുരക്ഷാ ഓഫീസർ തസ്തികയിൽ നിയമനം നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. ഫുഡ് ടെക്നോളജിയിൽ BTech ബിരുദധാരിയാണ് നിരഞ്ജന. അതുകൊണ്ട് തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ തസ്തികയിലേക്കുള്ള നിയമനം അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ടും അനുയോജ്യമാണ്. അനുയോജ്യമായ ഒഴിവ് കണ്ടെത്തി നിയമന നടപടികൾ പൂർത്തിയാക്കാൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറോട് സർക്കാർ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. നിയമന ഉത്തരവ് കൈമാറുന്ന ചടങ്ങിൽ നവീൻ ബാബുവിന്റെ ഭാര്യ D മഞ്ജുഷയും മറ്റ് ജനപ്രതിനിധികളും മന്ത്രിമാരും പങ്കെടുത്തു. കുടുംബത്തിന്റെ ഏറെ നാളായുള്ള ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമായത്. ഭർത്താവിന്റെ മരണത്തിന് പിന്നാലെ മകളുടെ ഭാവിയെക്കുറിച്ച് മഞ്ജുഷ സർക്കാർ തലത്തിൽ ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ആശ്രിത നിയമനം. 2024 ഒക്ടോബർ 15-നാണ് കണ്ണൂർ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്ന് കണ്ണൂർ ADM ആയിരുന്നു നവീൻ ബാബു. പത്തനംതിട്ടയിലേക്ക് ADM-ആയി സ്ഥലമാറ്റം ലഭിച്ചിരുന്ന നവീൻ ബാബു പുതിയ ചുമതല ഏറ്റെടുക്കാനിരിക്കെയായിരുന്നു മരണം. ഔദ്യോഗിക ജീവിതത്തിലെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെയുണ്ടായ ഈ മരണം കേരളത്തെ തന്നെ ഞെട്ടിച്ച സംഭവമായി മാറി. കണ്ണൂർ കളക്ട്രേറ്റിൽ നടന്ന ഔദ്യോഗിക യാത്രയയപ്പ് ചടങ്ങിനിടെയുണ്ടായ സംഭവങ്ങളാണ് പിന്നീട് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. അന്നത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ക്ഷണിക്കപ്പെടാതെയാണ് യാത്രയയപ്പ് ചടങ്ങിൽ എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. ചടങ്ങിൽ നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ദിവ്യ പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നവീൻ ബാബുവിനെ പള്ളിക്കുന്നിലെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം പിന്നീട് വലിയ നിയമ രാഷ്ട്രീയ വിവാദമായി മാറി. സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. നവീൻ ബാബുവിന്റെ കുടുംബം അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയില്ലെന്ന് വ്യക്തമാക്കുകയും കൂടുതൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് 2026 ജൂണിൽ സംസ്ഥാന സർക്കാർ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം CBIക്ക് വിടാൻ തീരുമാനിച്ചത്. അതോടൊപ്പം മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനം നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു. കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് ഈ തീരുമാനമെടുത്തതെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ജൂൺ 23-ന് സർക്കാർ നിരഞ്ജനയുടെ നിയമനം സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ തസ്തികയിലേക്കാണ് നിയമനം. എന്നാൽ നിയമനത്തിന് മുന്നിൽ സാധാരണ ബാധകമായ വരുമാന പരിധി ഉണ്ടായിരുന്നു. പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ആ പരിധിയിൽ ഇളവ് അനുവദിക്കുകയായിരുന്നു സർക്കാർ. ഇതോടെയാണ് നിയമന നടപടികൾക്ക് വഴി തുറന്നത്. നവീൻ ബാബുവിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഈ നിയമനം ഒരു സർക്കാർ ജോലി ലഭിക്കുന്നതിലുപരി ഏറെ വൈകാരികമായ ഒരു ഘട്ടം കൂടിയാണ്. കുടുംബത്തിന്റെ ദുഃഖത്തിന് പകരമാകുന്നതല്ല സർക്കാർ ജോലി. എന്നാൽ കുടുംബം മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായ മകളുടെ ആശ്രിത നിയമനം നടപ്പാക്കുന്നതിലൂടെ ഒരു നടപടിക്രമം പൂർത്തിയാവുകയാണ്. നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ കുടുംബം നേരിട്ട മാനസികവും സാമൂഹികവുമായ പ്രതിസന്ധികൾക്കിടയിലാണ് നിരഞ്ജനയുടെ പഠനവും ഭാവിയും മുന്നോട്ടു പോയത്. ഫുഡ് ടെക്നോളജിയിൽ പഠനം പൂർത്തിയാക്കിയ നിരഞ്ജനയ്ക്ക് അതേ മേഖലയുമായി ബന്ധപ്പെട്ട ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ തന്നെ ജോലി ലഭിക്കുന്നത് ശ്രദ്ധേയമാണ്.
ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എന്ന നിലയിൽ ഭക്ഷ്യവകുപ്പുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കുക, ഭക്ഷ്യസുരക്ഷാ നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക, പരിശോധനകളും നടപടികളും നടത്തുക തുടങ്ങിയ പ്രധാന ഉത്തരവാദിത്തങ്ങളാണ് ഈ തസ്തികയിലുള്ളത്. ജനങ്ങളുടെ ആരോഗ്യവുമായി നേരിട്ട് ബന്ധപ്പെട്ട സുപ്രധാന വകുപ്പിലാണ് നിരഞ്ജന ഇനി ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മകൾക്ക് ആശ്രിത നിയമനം നൽകാനുള്ള തീരുമാനം അതിന്റെ തുടർച്ചയായാണ് ഉണ്ടായത്. ജൂണിൽ മന്ത്രിസഭാ തീരുമാനം വന്നതിന് പിന്നാലെ നിയമന ഉത്തരവും പുറത്തിറങ്ങി. ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് ഉത്തരവ് കൈമാറിയതോടെ നടപടി കൂടുതൽ ഔദ്യോഗികമായി പൂർത്തിയായിരിക്കുകയാണ്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് കുടുംബത്തിലെ ഒരു അംഗത്തിന് സർക്കാർ സർവീസിലേക്ക് പ്രവേശനം ലഭിക്കുന്നത്. ഒരു വശത്ത് മരണത്തിന്റെ ദുരൂഹതകളും അന്വേഷണവുമായി ബന്ധപ്പെട്ട ചർച്ചകളും തുടരുമ്പോൾ, മറുവശത്ത് മകളുടെ ഔദ്യോഗിക ജീവിതത്തിന് തുടക്കമാവുകയാണ്. നവീൻ ബാബു ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ദീർഘകാലം സേവനം ചെയ്ത വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത മരണം വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു. ആ സംഭവത്തിന് ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് മകൾക്ക് സർക്കാർ സർവീസിൽ പ്രവേശിക്കാൻ അവസരം ലഭിക്കുന്നത്. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ കാത്തിരുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ആശ്രിത നിയമനം എന്നത് സർക്കാർ ജീവനക്കാരന്റെ മരണത്തിന് ശേഷം കുടുംബത്തിന് നൽകുന്ന ഒരു സഹായ നടപടിയാണ്. സാമ്പത്തികവും കുടുംബപരവുമായ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ഇത്തരം നിയമനങ്ങൾ സാധാരണയായി നൽകുന്നത്. എന്നാൽ ഓരോ കേസിലും ചട്ടങ്ങൾ ബാധകമാണ്. നിരഞ്ജനയുടെ കാര്യത്തിൽ നിലവിലെ വരുമാന പരിധിയിൽ പ്രത്യേക ഇളവ് അനുവദിച്ചാണ് നിയമനം നൽകിയത് എന്നതാണ് ഈ നിയമനത്തിന്റെ പ്രധാന പ്രത്യേകത. നവീൻ ബാബുവിന്റെ കുടുംബം ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഗണിച്ച് സർക്കാർ എടുത്ത തീരുമാനങ്ങളുടെ തുടർച്ചയായാണ് നിരഞ്ജനയുടെ നിയമനം കാണുന്നത്. നിയമന ഉത്തരവ് നേരിട്ട് ഏറ്റുവാങ്ങിയതോടെ നിരഞ്ജന ഇനി പുതിയൊരു ഔദ്യോഗിക ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ദുരന്തകരമായ സാഹചര്യത്തിൽ കുടുംബത്തെ വിട്ടുപോയ നവീൻ ബാബുവിന്റെ മകൾക്ക് അതേ കുടുംബത്തിന്റെ വലിയൊരു പ്രതീക്ഷയായാണ് ഈ ജോലി ലഭിക്കുന്നത്. ഏറെ വേദന നിറഞ്ഞ ഒരു അധ്യായത്തിന് ശേഷം പുതിയൊരു ജീവിതഘട്ടത്തിന് തുടക്കമിടുകയാണ് നിരഞ്ജന. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം അതിന്റെ വഴിക്ക് മുന്നോട്ടു പോകുമ്പോൾ, മകൾ നിരഞ്ജനയുടെ ഔദ്യോഗിക ജീവിതവും ഇനി ആരംഭിക്കും. ഭക്ഷ്യസുരക്ഷാ ഓഫീസറായി ചുമതലയേൽക്കുന്ന നിരഞ്ജനയ്ക്ക് മുന്നിൽ പുതിയ ഉത്തരവാദിത്തങ്ങളാണ് ഇനി. കുടുംബത്തിന് ഏറെ നിർണായകമായിരുന്ന ആശ്രിത നിയമന നടപടിയാണ് ഇതോടെ പൂർത്തിയായിരിക്കുന്നത്.